കൂൾ ഹോമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വൈബർ എ സിയെ പറ്റി ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണുക. അതിൽ നമ്മുടെ BLDC ടെക്നോളജിയുടെ ഗുണങ്ങളും നമ്മുടെ വൈബർ എ സി എന്തുകൊണ്ട് ഇത്തരം കറണ്ട് ബില്ല് കുറയുന്നു എന്നുള്ള എല്ലാത്തിനും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ വൈബർ എ സിയുടെ റിമോട്ടിന് നമുക്ക് പരിചയപ്പെടാം. ഈ വൈബർ എ സിയുടെ റിമോട്ടിൽ നമുക്ക് ആദ്യം തന്നെ പവർ ബട്ടൺ കാണാം. ഈ പവർ ബട്ടൺ നമുക്ക് എ സി ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളൊരു ബട്ടനാണ് പവർ ബട്ടൺ. പിന്നെ ഈ മേലോട്ടും താഴോട്ടും രണ്ട് ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ, ഇത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടാൻ, ഇത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ. ഇത് നമ്മൾ പ്രസ് ചെയ്ത് തന്നെ 23, 22 എന്ന് കുറയും. ഇത് മേലോട്ടുണ്ടെങ്കിൽ 23, 24 ഇങ്ങനെ കുറയും. ഏറ്റവും താഴെ നമുക്ക് ഇങ്ങനെ കുറച്ച് 17 വരെ വരും. 17°C ആണ് ഏറ്റവും കുറഞ്ഞിട്ട് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡ് നമുക്ക് ഫാൻ സ്പീഡ് സെറ്റ് ചെയ്യാനാണ്. ഈ ഫാൻ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഇങ്ങനെ ഫാൻ സ്പീഡ് മാറിക്കൊണ്ട് വരും. പിന്നെ മോഡ് നമുക്ക് കൂൾ, ഡ്രൈ, അതുപോലെ ഓട്ടോ എന്ന് പറഞ്ഞ കുറേ മോഡ്സ് എല്ലാം നമുക്ക് ഈ മോഡിൻ്റെ സ്വിച്ചിൽ മാറ്റാൻ പറ്റും. പിന്നെ മേലെ ഈ ടർബോ എന്ന മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടർബോ മോഡിൽ നമുക്ക് ഈ ടർബോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം കംപ്രസറിൻ്റെ കപ്പാസിറ്റിയോടുകൂടെ എത്രയും പെട്ടെന്ന് തണുക്കുന്ന രീതിയിലാണ് ഈ ടർബോ എന്ന് പറഞ്ഞ ബട്ടൺ വരുന്നത്. ഈ ടർബോ പ്രസ് ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റൂം ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മറ്റേ ഫ്ലാപ്സിൻ്റെ ആ ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ഫ്ലാപ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഏത് ഡയറക്ഷനിൽ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് അടുത്ത ബട്ടൺ വരുന്നതാണ് ഈ ഒരു രാത്രിയുടെ സൈൻ കാണിക്കുന്നുണ്ട്. ഈ മൂന്നിൻ്റെ സൈനിലുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എ സി ഓട്ടോമാറ്റിക്കലി പതിയെ പവർ കൺസപ്ഷൻ കുറഞ്ഞ് തന്നെ സ്ലീപ്പ് മോഡിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന രീതിയിലാണ് ഈ ഒരു നൈറ്റ് മോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ടൈമറാണ്. ഈ ടൈമർ നമുക്ക് അതുപോലെ അതിപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞിട്ട് ഈ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എ സി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതാണ്. അതിൽ എക്കോ മോഡാണ് ഏറ്റവും ലീസ്റ്റ് പവർ കൺസപ്ഷനിൽ ഏറ്റവും കുറഞ്ഞ പവർ കൺസപ്ഷനോട് കൂടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്കോ മോഡ്. പിന്നെ ഡിസ്പ്ലേ ബട്ടൺ നമുക്ക് ഡിസ്പ്ലേ ഓഫ് ആക്കുകയും ചെയ്യാം, ഓൺ ആക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേൻ്റെ സെയിം സംഭവമാണ് ഈ ഒരു ലൈറ്റും വരുന്നത്. ഇനി ഈ 3 ബട്ടനാണ് നമ്മുടെ വൈബർ എ സിയെ വേർതിരിച്ച് നിർത്താൻ സാധിക്കുന്നത്. വൈബർ എ സിക്ക് ഇത് നമ്മുടെ 1.5 ടണ്ണാണ് ഇത് 1.5 ടൺ റിമോട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം കപ്പാസിറ്റി അത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കൂളിലേക്ക് ഇട്ടിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കാണിച്ച് കഴിഞ്ഞാൽ 1.5 ടണ്ണാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ടണ്ണാവും. ഈ കംപ്രസറിൻ്റെ കപ്പാസിറ്റി 1 ടണ്ണിലേക്ക് കുറയും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ടണ്ണാവും. നമുക്ക് ഈ 1.5 ടണ്ണിൻ്റെ എ സി 1 ടണ്ണും 1/2 ടണ്ണും 1.5 ടണ്ണായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ വൈബർ എ സിയുടെ റിമോട്ടിൻ്റെ സവിശേഷതകൾ. നമ്മൾ പലപ്പോഴും നമ്മൾ കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ ഈ റിമോട്ടിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചിരുന്നു. അവർക്കുള്ളൊരു എക്സ്പ്ലനേഷനും അതുപോലെ പുതിയ വൈബർ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ എ സിയുടെ യൂസേജും റിമോട്ടിലെ ഫങ്ഷൻസും എന്തെല്ലാമാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.